പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്, നമ്മൾ ഇന്റർനെറ്റിൽ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യുമ്പോഴോ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കോൾ നമുക്കൊരു അലോസരമായി തോന്നാറുണ്ട്, നമുക്കൊരു ഡിസ്റ്റർബായി തോന്നാറുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയും കോൾ കട്ട് ചെയ്ത് വയ്ക്കുകയും കോൾ SMS കാര്യങ്ങളെല്ലാം ഫോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് സമയത്തേക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഉപേക്ഷിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത്. അത് ഫോണിന്റെ ഫ്ലൈറ്റ് മോഡിലാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആ ട്രിക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ ഫോണിൽ നമ്മൾ ഫ്ലൈറ്റ് മോഡ് എനേബിൾ ചെയ്യാൻ പോവുകയാണ്. ഇതാ, ഞാനിപ്പോൾ ഫ്ലൈറ്റ് മോഡ് എനേബിൾ ചെയ്തു. അപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, സകല കാര്യങ്ങളും ഇതിൽ കട്ടാകും. ഇതിൽ സകല കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. ഇന്റർനെറ്റോ നമുക്ക് കോളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓഫ്ലൈനാണ്, നോ ഇന്റർനെറ്റ് കണക്ഷൻ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഓഫ്ലൈനിലാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന കോൾ, SMS എന്നിവയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ഡയൽ പാഡിൽ പോയതിന് ശേഷം നമ്മൾ അവിടെ *#**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 * *** അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു ഹാഷ് കൊടുക്കുക. അത് കഴിഞ്ഞൊരു സ്റ്റാർ, വീണ്ടും ഒരു ഹാഷ് കൊടുക്കുക, വീണ്ടും ഒരു സ്റ്റാർ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫോൺ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. 3 ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ആരോ മാർക്ക് കാണും. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സിം 1 ആണോ 2 ആണോ എന്ന് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുക. നമ്മൾ ഇന്റർനെറ്റ് കൊടുത്തിരിക്കുന്ന സിം 1-ലാണെന്നുണ്ടെങ്കിൽ 1 രേഖപ്പെടുത്തുക, 2-ലാണെങ്കിൽ 2 രേഖപ്പെടുത്തുക. അതിനുശേഷം നമ്മളിവിടെ താഴെ മൊബൈൽ റേഡിയോ പവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. പല ഫോണിലും പല കണക്കിനാണ്, അത് നിങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് അറിയാൻ പറ്റും. നമ്മളതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിൽ എനേബിൾ ഡാറ്റ കണക്ഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് വരിക. അതിനുശേഷം നമ്മൾ യൂട്യൂബ് വീണ്ടും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും യൂട്യൂബ് ഓപ്പൺ ആയത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ ചാനലിലെ ഒരു വീഡിയോ ഓപ്പൺ ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്റർനെറ്റിൽ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് കോൾ വരത്തില്ല. കാര്യം നമ്മൾ ഫ്ലൈറ്റ് മോഡ് എനേബിൾ ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഒരിക്കലും കോൾ വരത്തില്ല. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അതേ കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. *#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 #*##*##*##*##*##*##*##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 #
46 36 ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ. അപ്പോൾ നമുക്ക് വീണ്ടും അത് കാണാൻ സാധിക്കും. നമ്മൾ നേരെ അങ്ങോട്ട് പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ മൊബൈൽ റേഡിയോ പവർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് പഴയ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റ് മോഡ് ഡിസേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. കോളും അതുപോലെ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിത് നോക്കുക. ഇതെന്തായാലും നിങ്ങൾക്ക് ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപകാരം വരും. ഇതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.